വാംകോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്കും കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് വാനില കൃഷിയെക്കുറിച്ചാണ്. നമ്മൾക്കെല്ലാം അറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കൃഷിക്കാരുടെ ഇടയിൽ ഒരു തരംഗമായിരുന്നു വാനില കൃഷി. കാർഷിക മാധ്യമങ്ങളെല്ലാം വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു കൃഷിയായിരുന്നു വാനില. പക്ഷേ ആ ആവേശമെല്ലാം 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവസാനിക്കുകയും ക്രമേണ കൃഷി തന്നെ കേരളത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്തു. തുടക്കത്തിലെ വലിയ വിലയും മോഹന വാഗ്ദാനങ്ങളുമാണ് ഈ കൃഷിയെ ഈ നിലയിലേക്ക് എത്തിച്ചത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാനില കൃഷി ലോകത്ത് പലയിടത്തും വളരെ നല്ല രീതിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, വളരെ നല്ല വരുമാനം ഉറപ്പു തരികയും ചെയ്യുന്നുണ്ട്. മാറിയ കാലത്ത് എല്ലാവരും കൃത്രിമ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്ന് പ്രകൃതിദത്തമായ ഭക്ഷണത്തിലേക്ക് മാറുന്ന ഈ അവസരത്തിൽ വാനില കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. വാനില ഐസ്ക്രീം, വാനില രുചിയുള്ള പലവിധ ഭക്ഷണപദാർത്ഥങ്ങൾ എല്ലാം നമുക്കറിയുന്നത് അതിൽ ചേർക്കുന്ന കൃത്രിമ വാനില എസൻസിലൂടെയാണ്. പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്നും കിട്ടുന്ന കോൾട്ടാർ ഉപയോഗിച്ചാണ് കൃത്രിമ വാനില ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് വാംകോ നിങ്ങളുടെ മുമ്പിലേക്ക് വാനില കൃഷിയെ വീണ്ടും കൊണ്ടുവരുന്നത്. നമ്മളുടെ വീട്ടുമുറ്റത്ത്, അത് 5 സെൻറ്റായാലും വലിയ തോട്ടമായാലും, വാനില കൃഷി ചെയ്ത് ശുദ്ധമായ വാനില ബീൻസ് ഉണ്ടാക്കുകയും അതിൽ നിന്ന് തരക്കേടില്ലാത്ത ഒരു അധിക വരുമാനം നമുക്ക് ഉണ്ടാക്കാനും പറ്റും. നമ്മളുടെ വീട്ടുമുറ്റത്തും പറമ്പിലുമുള്ള പ്ലാവ്, മാവ്, സപ്പോട്ട, മറ്റു ഫലവൃക്ഷങ്ങൾ, എന്തിന് നമ്മളുടെ മുറ്റത്തുള്ള ചെമ്പരത്തി ചെടിയിൽ പോലും നമുക്ക് വാനില വെച്ച് പിടിപ്പിക്കാം. വാനില അതിൻ്റെ സ്വഭാവം വെച്ച് ഒരു കാട്ടുവള്ളിയാണ്. അതിന് വളം, അത് ചപ്പുചവറുകൾ, ഉണക്ക ഇലകൾ തുടങ്ങിയവയാണ്. മറ്റൊരു കൃത്രിമ വളവും അതിന് വേണ്ട. ചാണകപ്പൊടി കിട്ടുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. വാംകോ പല എപ്പിസോഡുകളിലായി വാനില നടുന്നത്, പരിചരിക്കുന്നത്, പരാഗണം നടത്തുന്നത്, സംസ്കരിക്കുന്നത്, മാർക്കറ്റിംഗ് എന്നിവ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. ഇത് വലിയ തോട്ടങ്ങളിൽ ഇടവിളയായും കൃഷി ചെയ്യാം. ചെറിയ ഒരു വളപ്പ് മാത്രമുള്ളവർക്ക് ഇത് കൃഷി ചെയ്യാം. തണൽ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് വാനില. 50% തണലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇനി നമുക്ക് നമ്മളുടെ ഒരു വീട്ടുമുറ്റത്ത് വളരെ ഒരു 5 സെൻറ്റ് അല്ലെങ്കിൽ 10 സെൻറ്റ് ഒരു വീട്ടുപറമ്പിൽ കുറച്ച് ഫലവൃക്ഷങ്ങളുണ്ട്. അതിൽ എങ്ങനെയാണ് വാനില നടുന്നത് എന്ന് ആദ്യമായി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമ്മളിപ്പോൾ എടുക്കുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചതിൽ എക്സ്ട്രാ ഉള്ളൊരു വള്ളിയാണ്. അപ്പോൾ നമ്മളത് നല്ല അടർത്തി തുടർന്ന് എടുക്കുന്നു. ഇതിൻ്റെ വേരൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഇത് 1 മീറ്റർ നീളമുള്ള ഒരു വാനില നടിയിൽ ചെയ്യുന്ന വള്ളി നമ്മളിപ്പോൾ നടാൻ വേണ്ടി ഇതിൻ്റെ വേരുകളൊക്കെ നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇത് നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. മുറ്റത്തുള്ള ഒരു ചെറിയൊരു മരമാണ്, നാടൻ ഭാഷയിൽ സീതാപ്പഴം എന്ന് പറയും. അത് നമ്മളിവിടെ വാനില, ഈ വർഷം നമ്മളൊരു വാനില കമ്പ് ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാനില വെക്കുമ്പോൾ എപ്പോഴും നല്ല ഈ വാനിലയുടെ വേര് മേലെ ആയിരിക്കും. അപ്പം ഇത് നമ്മളിവിടെ വീണ ഒരു ഇതാണ്, അതല്ല, നമ്മൾ പുതിയതൊന്ന് ഇവിടെ വെക്കാൻ പോവുകയാണ്. ഈ മരം നിങ്ങളൊന്ന് വളരെ ലളിതമാണ്. ഇതിന് യാതൊരു വിധ മണ്ണോ കാര്യമോ ഒന്നുമില്ല. ഇതിൻ്റെ വേര് മണ്ണിൽ പോവില്ല, മണ്ണിന് മേലെ കൂടി ഇങ്ങനെ പടർന്നു പോകും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു വാനില ഉണ്ട്. അതിലും
നമ്മളിത് ഇതിങ്ങനെ മണ്ണിൽ വെച്ചു. ഇതിൻ്റെ മേലെ നമ്മൾ ചപ്പ് ചവറുകൾ ഇങ്ങനെ കൂട്ടി വെച്ചു. എന്നിട്ട് നമ്മളിത് ഇവിടെ നമ്മൾ ഈ വർഷം ഇങ്ങനെ കെട്ടിക്കും. താഴെ ഇനിയിപ്പോൾ ഇതിന് നനക്കുന്നില്ല എങ്കിലും കുറച്ച് വെള്ളം നമ്മൾ ഒരു വാനില വള്ളിയും കൂടി നമ്മൾ നിങ്ങൾക്ക് നടാൻ കാണിച്ചു തരുന്നതാണ്. അതിനു മുമ്പായിട്ട് ഇതിൻ്റെ വേരൊന്ന് കാണിച്ചു തരാം. ഇതാണ് മണ്ണിന് മേലെ കൂടി പോയി വളവും വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നത്. ഇതാ ഈ വേരാണ്. ഇത് മണ്ണിൽ ഒരിക്കലും താഴോട്ട് ഇറങ്ങി ചെല്ലില്ല. ഇത് മണ്ണിന് മേലെ കൂടി മാത്രമേ പോവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഇലകളൊക്കെ കളയുകയാണ്. 3 ഇലകൾ നമ്മൾ കളയുകയാണ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ വീട്ടിൻ്റെ മുമ്പിലുള്ള ചെമ്പരത്തി, നമ്മളിതൊന്ന് ചെമ്പരത്തിയിൽ വെച്ച് നിങ്ങൾക്ക് കാണിക്കുകയാണ് എങ്ങനെയാണെന്ന്. അതിന് നമ്മൾ ഇവിടെ ചപ്പ് ചവറുകൾ നല്ല നീക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഭാഗം, ഇതിൻ്റെ കടഭാഗം എന്ന് പറയും, അത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് വീണ്ടും ചവറൊക്കെ അതിൻ്റെ മേലേക്ക് നമ്മൾ ഇടുകയാണ്. കൂടുതലൊന്നുമില്ല, നമ്മളിതിൽ ഇതിവിടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. വാനില ഒരു ഷെയ്ഡ് ആഗ്രഹിക്കുന്ന ചെടിയായതുകൊണ്ട് ഇതിന് ഈ ഷെയ്ഡ് ധാരാളം മതി നമുക്ക്. ഇതിനിപ്പോൾ 1 മാസം കഴിയുമ്പോൾ ഇതിൽ പുതിയ നാമ്പൊക്കെ വന്ന് ഇത് വലിയ ഒരു ഇതായിട്ട് മാറും. നമ്മൾ ഒരിതും കൂടി കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് വാനിലയായി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ 2 വാനില വള്ളി എങ്ങനെയാണ് നടുന്നത് എന്ന്, അതും തൊട്ട് വീട്ടുമുറ്റത്ത് തന്നെയുള്ള ഒരു ചെമ്പരത്തി ചെടിയിലും വേറൊരു ഫലവൃക്ഷത്തിലും. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ വാനില വള്ളി ആവശ്യമുള്ളവരോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാംകോയുമായി ബന്ധപ്പെടാം. ഞങ്ങളുടെ ഫോൺ നമ്പർ അതിലുണ്ട്. നിങ്ങൾക്ക് ഏത് സമയവും വാനില സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും ഞങ്ങളെ വാംകോ ഫാമുമായിട്ട് എപ്പോഴും നിങ്ങൾക്ക് ബന്ധപ്പെടാം.